സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡെലിവറി ബോയുടെ നിന്ന് മേടിച്ച ഫുഡെല്ലാം ഗൗതം ഒരു കുഴിയെടുത്ത് അതിലേക്ക് ഇട്ട് മൂടുവാണ്ടോ. ഈ സമയത്തായിരിക്കും കൽപ്പന ഗൗതമിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ കൽപ്പന ചോദിക്കണേ, എന്തായി ഗൗതം, ആ ഡെലിവറി ബോയിനെ കണ്ടോ? ഫുഡൊക്കെ നിനക്ക് അയാളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റുമോ? അത് കേൾക്കുമ്പോൾ ഗൗതം പറയണേ, കൽപ്പനെ, ഞാൻ കുറേ നേരം കാത്തിരുന്നു, പക്ഷെ അയാളെ കണ്ടില്ല. കണിമംഗലത്തേക്ക് വരാൻ പല വഴികളുണ്ടല്ലോ, അയാൾ മിക്കവാറും ഏതെങ്കിലുമൊക്കെ ഒരു വഴി കൂടി അവിടെ ഉടനെ എത്തും. അത് കേൾക്കുന്നതും കൽപ്പനക്ക് അങ്ങ് ദേഷ്യം വരുക. നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ച അത് നീ ഒരിക്കലും ഇതുവരെ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലല്ലോ. നിനക്കിത് ചെയ്യാൻ പറ്റില്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞുവിടായിരുന്നു. ആ കൽപ്പനെ, ഇങ്ങനെ നീ ദേഷ്യപ്പെടല്ലേ. നീ ദേഷ്യപ്പെടുമ്പോൾ നിന്റെ ശബ്ദം കേൾക്കാൻ ഒരു പ്രത്യേക ഭംഗിയാ. അത് കേൾക്കുമ്പോൾ കൽപ്പനയ്ക്ക് വീണ്ടും ദേഷ്യമാണേ. ദേ, ഇനി നീ മേലെ ഇതുപോലെ കൊഞ്ചാനും കൊഴുകാനുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു പോരുത്. അന്നേരം ചിരിച്ചോണ്ട് ഗൗതം പറയണേ, കൽപ്പനെ, ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? ഒരു ശവക്കുഴിയുടെ മുകളിലാണ്. ആ ഡെലിവറി ബോയ് കറക്റ്റായിട്ട് എൻ്റെ മുമ്പിൽ തന്നെ വന്ന് പെട്ടു. അവൻ്റെ കയ്യിൽ നിന്ന് ഫുഡെല്ലാം ഞാൻ വാങ്ങിച്ച് പൈസയും കൊടുത്ത് ഞാൻ അവനെ പറഞ്ഞയച്ചു. എന്നിട്ടിപ്പോൾ ആ ഭക്ഷണമെല്ലാം കൂടി ഒരു കുഴിയെടുത്ത് അതിൽ കുഴിച്ചു മൂടി വെച്ചിരിക്കുക ഞാൻ. അത് കേൾക്കുമ്പോൾ കൽപ്പന സന്തോഷത്തോട് ചോദിക്കണേ, സത്യമാണ് നീ പറയുന്നത്? നീ ആ ഭക്ഷണമെല്ലാം കുഴിച്ചു മൂടിയോ? അതേന്നെ. ഇനിയിപ്പോൾ എനിക്ക് കൊഞ്ചാനും കൊഴുകാനുമായിട്ട് ഇയാളുടെ അടുത്തേക്ക് വരാമല്ലോ അല്ലേ? അതേക്കുമ്പോൾ നാണത്തോടെ ചിരിക്കുവാട്ടോ കൽപ്പന. എന്നിട്ട് ചോദിക്കണേ, ഇവിടെ മുത്തശ്ശി അവളോട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് ചോദിച്ചിരിക്കുക. അവൾ പറഞ്ഞത് 10 മിനിറ്റ് റെഡിയാകുമെന്നാണ്. 10 മിനിറ്റ് കഴിയുമ്പോൾ അവൾ എന്ത് മായാജാലോ കാണിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. എന്നാ കൽപ്പന, നീ ഫോൺ വെച്ചോ, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്താം. പിന്നീട് കാണിക്കുന്നത് ഹോളിലെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ സമയത്ത് ഗൗതം അങ്ങോട്ടേക്ക് എത്തുമായിരിക്കും. അതെ, ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഞാനൊന്ന് പുറത്തു പോയതാ. അല്ല, നിങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? അന്നേരം കൽപ്പന പറയണേ, എവിടെ കഴിക്കാൻ, അവളവിടെ അടച്ചുപൂട്ടി വെച്ചിരിക്കുമല്ലേ. അപ്പോൾ ഇതുവരെ ഭക്ഷണമൊന്നും റെഡിയായില്ലേ? ഈ സമയം പരമേശ്വരൻ പറയണേ, അമ്മ ചെന്ന് പ്രിയങ്കമോളെ വിളിക്ക്, ഉള്ളതത്ര മതിയെന്ന് പറ. നമ്മൾ വീട്ടുകാർ തന്നെയല്ലേ ഉള്ളൂ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. അങ്ങനെ മുത്തശ്ശി അടുക്കളയിലേക്ക് ചെല്ലുവാണ്. ഈ സമയം കൽപ്പന ഉർവശിയും പറയണേ, ഞങ്ങളെന്താ പിന്നെ ഇലയൊക്കെ ഒന്ന് കഴുകി വെക്കാം. അങ്ങനെ കൽപ്പന ഉർവശിയും കൂടി ഇലയൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കി മേശപ്പുറത്ത് വെക്കുവാണ് കേട്ടോ. എന്നിട്ട് പ്രിയങ്ക കേൾക്കാനായിട്ട് പറയണേ, എന്താണെങ്കിലും പ്രിയങ്ക ഉണ്ടാക്കുന്ന സദ്യയല്ലേ, കെങ്കേമമായിരിക്കും, വേഗം തന്നെ നമുക്ക് ഇലയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കാം. അങ്ങനെ അകത്ത് നിൽക്കുന്ന പ്രിയങ്ക ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം മുത്തശ്ശി വന്ന് വാതിൽ തട്ടുക. മോളെ, പ്രിയങ്ക മോളെ, വാതിൽ തുറക്ക്. തുറക്കും മോളെ. അങ്ങനെ പ്രിയങ്ക വാതിൽ തുറക്കുവാണ് കേട്ടോ. എന്നിട്ട് ടെൻഷനോട് കൂടി നിൽക്കായിരിക്കും പ്രിയങ്ക. ഈ സമയം മുത്തശ്ശി പറയണേ, മോളെ, ഭക്ഷണമൊക്കെ റെഡിയായില്ലേ? അതൊക്കെ എടുക്ക്. ഉള്ളതൊക്കെ മതി മോളെ, നമ്മളെല്ലാവരും അല്ലേ ഉള്ളൂ. മോള് വേഗം ഭക്ഷണമൊക്കെ എടുത്തിട്ട് വാ. അങ്ങനെ പ്രിയങ്ക അകത്തേക്ക് പോകുവാണ്. എന്നിട്ട് ഭക്ഷണത്തിൻ്റെ ഓരോ പാത്രങ്ങളുമായിട്ട് പുറത്തേക്ക് വരുവാണ് കേട്ടോ. ഇത് കണ്ട് കണ്ണും തെളി നിൽക്കുവാണ് കൽപ്പന ഉർവശിയൊക്കെ. ഈ സമയം എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. അങ്ങനെ അവർക്ക് മുമ്പിലേക്ക് ഓരോ പാത്രങ്ങളായിട്ട് വെക്കുവാണ്. മുത്തശ്ശിയും അമ്മയൊക്കെ പ്രിയങ്കയെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള മട്ടിൽ അന്തം വിട്ട് നിൽക്കുകയാണ് ഗൗതമും കൽപ്പനയൊക്കെ. ഈ സമയം ചോറെടുത്ത് കൽപ്പനയുടെ കൈ കൊടുത്തിട്ട് പറയണേ, ഏട്ടത്തി തന്നെ ഇത് വിളമ്പ്. അങ്ങനെ ദേഷ്യത്തോടെ അതൊക്കെ വാങ്ങിച്ചിട്ട് കൽപ്പന എല്ലാവർക്കും ചോറൊക്കെ വിളമ്പുവാണ്. ഈ സമയം തന്നെ പരമേശ്വരൻ പറയണേ, മോള് കുറച്ച് സമയം എടുത്താലെന്താ, ഭക്ഷണങ്ങൾക്കൊക്കെ സൂപ്പർ രുചി. സൂര്യൻ പറയുക, അതേച്ച എല്ലാം കേമായിട്ടുണ്ട്. ഈ സമയം പ്രിയങ്ക ഇങ്ങനെ കുറച്ച് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുവാണ് കേട്ടോ. കുറേ നേരമായിട്ടും ഫുഡ് എത്താത്ത കാരണം പ്രിയങ്ക ആ ഹോട്ടലിലേക്ക് വീണ്ടും വിളിക്കുക. അതെ, ഞാൻ ഒരു സദ്യക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം മുമ്പ് വിളിച്ചിരുന്നു. കണിമംഗലത്തേക്കുള്ള സദ്യ, ഫുഡ് ഇതുവരെ എത്തിയില്ലല്ലോ. അന്നേരം ആ ഓണർ പറയണേ, അയ്യോ മാഡം, ഞങ്ങൾ ഡെലിവറി ബോയ് ഫുഡ് ഡെലിവറി ചെയ്തതാണല്ലോ, പൈസയും കിട്ടിക്കഴിഞ്ഞു. പൈസ തന്നോ? എപ്പോൾ? ഇവിടെ ഒന്നും എത്തിയിട്ടില്ല. അന്നേരം അയാൾ പറയണേ, മാഡത്തിൻ്റെ ഹസ്ബൻഡ് വഴി വെച്ച് തന്നെ ആ ഡെലിവറി ബോയിനെ കണ്ട് ഫുഡെല്ലാം മേടിച്ചിട്ട് പോയി, പേയ്മെൻറ്റ് തന്നു. എൻ്റെ ഹസ്ബൻഡോ? അതെ, അങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടി വിളിക്കണോ? വേണ്ട, ഞാൻ ചോദിച്ചിട്ട് പറയാം. അങ്ങനെ പറഞ്ഞ പ്രിയങ്ക കട്ടാക്കുവാണ്. എന്നിട്ട് പ്രിയങ്ക പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴായിരിക്കും കേട്ടോ കൽപ്പന ഗൗതവുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് പ്രിയങ്ക കേൾക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കൽപ്പനയും ഗൗതവും കൂടി ചെയ്തതാണെന്നും തന്നെ അവരെല്ലാവരും കൂടി ചതിക്കുമായിരുന്നെന്നും പ്രിയങ്ക മനസ്സിലാക്കുവാണ് കേട്ടോ. പ്രിയങ്ക അങ്ങനെ കൽപ്പനയുടെ കണ്ണിപ്പിള്ളാതെ വീണ്ടും അകത്തേക്ക് കയറുക. അവരെല്ലാവരും കൂടി എന്നെ ചതിക്കുമായിരുന്നു. ഇപ്പം ഞാനിവിടെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എനിക്ക് ജയിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞ പ്രിയങ്ക ഫോണിൽ യശോദേനെ വിളിക്കുവാണ് കേട്ടോ. ഈ സമയം യശോദയും ദേവനും മുത്തശ്ശിയും രാധികയും എല്ലാവരും ഹാളിലുണ്ടാകും. അങ്ങനെ പ്രിയങ്കയാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് യശോദ ഫോൺ സ്പീക്കറിൽ ഇടുക. എന്താ മോളെ? അമ്മേ, ചേച്ചിയില്ലേ? രാധിക ഇവിടെ തന്നെയുണ്ട്, നീ പറഞ്ഞോ, അവൾക്ക് കേൾക്കാൻ പറ്റും. അത് പിന്നെ ഇന്ന് വരൻ്റെ പിറന്നാളാ,
പിറന്നാൾ സദ്യ എന്നോട് ഉണ്ടാക്കണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചേച്ചി എനിക്ക് വീഡിയോ കോണിലൂടെ എല്ലാ സാധനങ്ങളും വെക്കേണ്ട വിധമൊക്കെ കാണിച്ചു തന്നതാ. അതുപോലെ ഞാൻ വെക്കുകയും ചെയ്തതാ. പക്ഷേ അവസാന നിമിഷം എൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കാരണം എല്ലാം കരിഞ്ഞുപോയി. ഇപ്പോൾ ഇവിടെ കുറച്ച് നേരം കഴിഞ്ഞാൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കും. അവരുടെ മുമ്പിൽ ഞാൻ എന്തെടുത്ത് വെക്കും? അന്നേരം ദേവൻ പറയണേ, നിനക്ക് നടന്ന കാര്യം പറഞ്ഞാൽ പോരെ. അത് കേൾക്കുമ്പോൾ പ്രിയങ്ക പറയണേ, അത് പറ്റില്ലച്ചാ. എന്നെ ഇവിടെ കൽപ്പന എടുത്ത് ഇളയമ്മയൊക്കെ വെല്ലുവിളിച്ചതാ. അവർക്ക് മുമ്പിൽ തോറ്റു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്കാകെ പേടിയാവുന്നു. അതേക്കുമ്പോൾ മുത്തശ്ശി പറയണേ, മോള് പേടിക്കണ്ട. അവിടെ ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാം. എന്നാൽ ശരി, മോള് ഫോൺ വെച്ചോ എന്ന് യശോദയും പറയുവാണ്. അങ്ങനെ കോള് കട്ടാക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി പറയണേ, അതെ, എന്തൊക്കെയാണെങ്കിലും പ്രിയങ്ക മോളെ നാണം കെടുത്താൻ പറ്റില്ല. ഇവളിവിടെ എന്തൊക്കെയോ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് കൊണ്ടുപോയി കൊടുക്കാം അങ്ങോട്ടേക്ക്. അത് കേൾക്കുമ്പോൾ യശോദ പറയണേ, അല്ല കുറച്ച് മുമ്പ് വരെ അമ്മ രാധികയെ കുറ്റം പറയുമായിരുന്നില്ലേ? രാധിക കാണിച്ചത് ദൂർത്താണെന്നൊക്കെ പറയുമായിരുന്നല്ലോ. ഞങ്ങൾ എത്ര നേരെ അമ്മയെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ അമ്മ അതൊന്നും കേൾക്കാതെ ഇത്ര നേരം എൻ്റെ മോളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നില്ലേ? അതുകൊണ്ട് തന്നെ അവൾ ഉണ്ടാക്കിയ ഫുഡ് കണിമംഗലത്തേക്ക് കൊടുത്തു വിടുന്നില്ല. ഈ സമയം ദേവൻ പറയണേ, എടോ, ഈ ഒരു സമയത്ത് നമുക്ക് വാശിയൊന്നും വേണ്ട. മോളെ, നീ തന്നെ ഭക്ഷണവുമായിട്ട് കണിമംഗലത്തേക്ക് പോ. അദ്ദേഹം മുത്തശ്ശി പറയണേ, അതെന്തിനാ ഇവള് പോകുന്നത്? ഇവളൊന്നും പോകണ്ട. അന്നേരം യശോദ ചോദിക്കണേ, അങ്ങനെയാണെങ്കിൽ അമ്മക്ക് ആരുടെയും കണ്ണിപ്പെടാതെ ഭക്ഷണം അവിടെ എത്തിക്കാനായിട്ട് പറ്റുമോ? എനിക്ക് പറ്റില്ല. അല്ല, ദേവന് വെക്കൂടെ? അന്നേരം ദേവൻ പറയണേ, എനിക്കും പറ്റില്ല അമ്മേ. ഇങ്ങനൊരു കാര്യത്തിനായിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. രാധിക മോള് പോയി ഭക്ഷണം കൊടുക്കുകയാണ്. അമ്മയ്ക്ക് സമ്മതമല്ലെങ്കിൽ വേണ്ട. അവിടെ ഇനി എന്താ സംഭവിക്കാനുള്ളതെന്ന് വെച്ചാൽ സംഭവിച്ചോട്ടെ. ഈ സമയം രാധിക പറയുന്നുണ്ട്, അല്ലച്ച, നമ്മളാരും പോകണ്ട. നമുക്ക് വേറെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടാൽ പോരെ? വേറെ ആരുടെ കയ്യിൽ കൊടുത്തു വിടാനാ? ഈ സമയം യശോദയും പറയുന്നുണ്ട്, ഇതല്ലെങ്കിലും അവളുടെ അഹങ്കാരം കൊണ്ടാണ് സംഭവിച്ചത്. എല്ലാം നീ അവൾക്ക് പറഞ്ഞു കൊടുത്തതല്ലേ? എന്നിട്ട് അവസാനം നിന്നെ തള്ളിപ്പറഞ്ഞ് അവളെ ഫോൺ കട്ട് ചെയ്ത് പോയത് കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അതുകൊണ്ട് അവളുടെ മുമ്പിൽ ജയിക്കാനായിട്ട് നീ തന്നെ ഭക്ഷണമായിട്ട് പോകണം. പൊയ്ക്കോ നീ. അങ്ങനെ രാധിക ഭക്ഷണവുമായിട്ട് കണിമംഗലത്ത് എത്തുവാണ് കേട്ടോ. ഈ സമയം രാധിക വരുന്നതും കാത്ത് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും പ്രിയങ്ക. അങ്ങനെ രാധിക ആരുടെ ശ്രദ്ധയപ്പെടാതെ അവിടെ എത്തുവാണ്. അങ്ങനെ പ്രിയങ്കയെ നോക്കുമ്പോൾ അവിടെ കാണുവാണ് കേട്ടോ. പ്രിയങ്കേ, ചേച്ചി വന്നോ? എവിടെ, എല്ലാം കൊണ്ടുവന്നിട്ടില്ലേ? എല്ലാ ഭക്ഷണമുണ്ട്. സ്വീറ്റ്സും ഹൽവയും ഒക്കെ ഉണ്ട്. ശരി ശരി, വേഗം താ, ആരും കാണാൻ പാടില്ല. നമ്മുടെ പാത്രമൊക്കെ മാറ്റി ഇവിടുത്തെ പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും. ചേച്ചി ഇവിടെ എവിടെയെങ്കിലും ആരും കാണാതെ ഒതുങ്ങി നിൽക്ക്. ഞാൻ ഇതൊക്കെ മാറ്റിയിട്ട് ഇതെല്ലാം തന്നുവിടാം. പിന്നെ ആരുടെ മുമ്പിലേക്ക് ഒന്നും പെടാൻ പാടില്ല. ഇവിടെയുള്ള ആരെങ്കിലും ചേച്ചിയെ കണ്ടാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. അന്നേരം രാധിക ചോദിക്കണേ, മോളെ പ്രിയങ്കയെ, നീ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത്. ആയിക്കോട്ടെ, ഞാൻ ഇതെന്നാ അങ്ങോട്ടേക്ക് കൊണ്ടു ചെല്ലട്ടെ. അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നു എന്നാ തോന്നുന്നേ. ഇത് ചേച്ചി അങ്ങോട്ടേക്ക് നീങ്ങി നോടട്ടോ, ഇവിടെ നിന്ന് അനങ്ങണ്ട. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക അകത്തേക്ക് പോകുവാണ്. അങ്ങനെ ആ ഫുഡാണ് കേട്ടോ എല്ലാവർക്കും വിളമ്പിയിരിക്കുന്നത്. ആ കാര്യം പ്രിയങ്ക ഇങ്ങനെ ഓർക്കുമായിരിക്കും. ഈ സമയം മുത്തശ്ശിയും എല്ലാവരും ഭക്ഷണമൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കുവാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയണേ, കണ്ടില്ലേ, ദേവനാരായണ തിരുമേനിയുടെ മകളുടെ കൈപുണ്യം ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അല്ല കൽപ്പന, എങ്ങനെയുണ്ട്? നിൻ്റെ അഭിപ്രായം അറിയേണ്ടത്. അന്നേരം കൽപ്പനയാണെങ്കിൽ മനസ്സോട് പറയുക, നന്നായിട്ടുണ്ട്. ഈ സമയം ചന്ദ്രശേഖരനും പറയണേ, സത്യം പറയാലോ, പണ്ടത്തെ ചില സ്ഥലങ്ങളിലേക്ക് ഊണിൻ്റെ രുചിയില്ലേ, അതേപോലെ തന്നെയുണ്ട്. ഒത്തിരി നന്നായിട്ടുണ്ട് മോളെ. അങ്ങനെ അവരെല്ലാവരും നല്ല നല്ല വാക്കുകളൊക്കെ പറയുന്നത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടോ പ്രിയങ്ക. എന്നിട്ട് പറയണേ, ഇനി ഒരു സാധനവും കൂടിയുണ്ട്. അങ്ങനെ പറഞ്ഞ പ്രിയങ്ക ഹൽവയും കൂടി എടുത്തുകൊണ്ട് വരുവാണ്. എന്നിട്ട് എല്ലാവർക്കും ഹൽവയൊക്കെ എടുത്ത് വെക്കുക. ഇതാ, കൽപ്പന എടുത്തേക്ക് കുറച്ച് കൂടുതലിരിക്കട്ടെ. ഈ സമയം രാധിക പതിയെ പിന്നാമ്പുറത്തിൻ്റെ വാതിലിൻ്റെ അവിടേക്ക് വന്ന് നിൽക്കുവാണ്. അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് രാധിക കണ്ടുകൊണ്ട് സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം പരമേശ്വരൻ പറയണേ, സത്യം പറയാമല്ലോ മോളെ, ഈ ഭക്ഷണത്തിൻ്റെ കൂടെ ഹൽവയെ കൂടി വന്നപ്പോൾ അമൃത് കഴിക്കുന്നത് പോലെ തന്നെയുണ്ട്. മനസ്സ് നിറഞ്ഞു. അത് കേട്ടിട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുവാണ് പ്രിയങ്ക. ഈ സമയം വരണം ഭക്ഷണമൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് നിൽക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്